ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഡിവിഷൻ റാങ്ക് പുഷ് ഗെയിം പ്ലേ ആണ് അപ്പം ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1750 സംതിങ് റേറ്റിംഗ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ 2-3 കളിയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ 1 എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഓപ്പണിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നിവിടെ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു ക്വിക്ക് കൗണ്ടർ മാനേജറാണ് ട്രൈ ചെയ്യുന്നത്. അതായത് സാബിയുടെ ഒരു കാർഡ് മാനേജർ പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 1-2 കളിയൊക്കെ ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ജേഴ്സി ഓക്കെ. പിന്നെ ആ ഡിഫൻസിൻ്റെയൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഞാനതൊന്നും നോക്കാറില്ല, ഡിഫൻസിൻ്റെ പുതിയ ഓപ്ഷൻസൊക്കെ. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് നല്ലതാണെങ്കിൽ എനിക്കത് യൂസ് ചെയ്ത് ഞാൻ 1-2 കളി യൂസ് ചെയ്ത് നോക്കി ഗൈസ്. അപ്പോൾ എനിക്കതൊരു ഇമ്പാക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം പക്ഷേ ഇപ്പോൾ ഒരു അറ്റാക്കിങ്സിലൊക്കെ ഭയങ്കര പാടാണ് അറ്റാക്കൊക്കെ ചെയ്യാൻ. എനിക്കൊന്ന് തോന്നുന്ന ഡിഫെൻസീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. നന്നായിട്ട് പാടുണ്ടായിരുന്നു കുറച്ച് കളിയൊക്കെ കളിച്ചപ്പം. കുറച്ച് നാളായിട്ട് കളിക്കാറൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി വരുമ്പോൾ മാത്രം കളിക്കാനൊന്നും സമയം കിട്ടാറില്ല കേസ്. അപ്പം ജോലിയുടെ ഒരു തിരക്ക് ഉണ്ടായിരുന്നു. അപ്പം 10-12 മണിക്കൂർ ഒരു ദിവസം വർക്കുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പം കളിക്കാനൊന്നും കയറാൻ തോന്നാറില്ല കേസ്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടാൻ നോക്കാം. പക്ഷേ ഈ ഹാൻഡ് ക്യാമും കൂടെ വരുമ്പം എനിക്ക് നമ്മളിപ്പോൾ ഈ കൈ നന്നായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട് കേസ്. അത് നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പം നന്നായി ടച്ചൊക്കെ ചെയ്യാൻ നല്ല പാടുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഗെയിം പ്ലേയിൽ ഉണ്ടാവും. അതായത് കറക്റ്റായിട്ടൊന്നും എനിക്ക് ആ ഡ്രിബ്ലിങ്ങിൽ ഈ പാസ് അങ്ങോട്ടൊന്നുമല്ല ഞാൻ പാസ് കൊടുത്തത്. ആ ഒരു ഞാനിപ്പം ഹാൻഡ് ക്യാമും കൂടെ നോക്കുന്നത് കൊണ്ട് ആ ഒരു ഓക്കെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഈ ഹാൻഡ് ക്യാമും കൂടെ ചെയ്യുന്നതുകൊണ്ടേ അപ്പം എനിക്ക് ആ ഒരു ഫാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു നല്ല രീതിയിൽ ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഹീറ്റ് കയ്യിലോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു കൈ നന്നായിട്ട് വേർക്കാൻ തുടങ്ങും. അപ്പം ആ ഒരു നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിബിളിങ് ചെയ്യാൻ പറ്റില്ല. എന്നായിരുന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എൻ്റെ രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് മിക്ക കളിയിലും ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേസ്. അപ്പം ഓക്കെ, സക്കറിയ അറ്റാക്കാണ്. ഏകദേശം നമ്മളൊരു ഈക്വലൈസർ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേസ്. ഓക്കെ ഓക്കെ, പിന്നെ നിങ്ങൾ എന്തായാലും പറയുക കേട്ടോ. ഡിഫെൻസീവായിട്ടുള്ള ഒരു പുതിയ ഓപ്ഷൻസൊക്കെ വന്നായിരുന്നല്ലോ ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങളൊന്ന് കമൻസിൽ പറയുക. എല്ലാവർക്കും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, അതോ നിങ്ങൾ സാധാ കളിക്കുന്ന പോലെ തന്നെയാണോ കളിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ഒന്ന് പറയുക കേട്ടോ ഗൈസ്. ഞാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം. ടൈം കിട്ടുന്നത് പോലെ എന്തായാലും ചെയ്യാം ഗൈസ്. ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ നൈസായിട്ട് അത് നിന്ന് പോയി. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു 12 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കാര്യം ആലോചിക്കാതെ ഗൈസ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് അപ്പം എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്സ് ഉണ്ടാകും ഗൈസ്. അപ്പം അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ജോലി തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഇടാം. ഓക്കെ, ഇതപ്പം ഈ ഗെയിം പ്ലേ ഇടാനാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ഗെയിം കളിക്കുക, അതൊന്ന് എഡിറ്റ് ചെയ്യുക, ഇടാമെന്നുള്ളൊരു എനിക്ക് അധികം സമയം അതിൻ്റെ ആവശ്യമില്ല. അപ്പം രണ്ടാമതൊരു ഗോളും കൂടെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം മാക്സിമം എല്ലാം ചെയ്യാം ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ആരും തന്നെ പോകരുത്. സബ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഓക്കെ, ഞാനിത് ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം ലൈവ് കളി കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിലൊന്ന് വോയിസ് ഓവർ ചെയ്യുകയാണ്. അല്ലാതെ ലൈവിൽ ഞാൻ ഗെയിം കളിക്കുന്ന ടൈമിൽ തന്നെ സംസാരിക്കുന്ന വീഡിയോ അല്ല. അത് കഴിഞ്ഞിപ്പം ഇടുന്നൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഇമ്പാക്റ്റ്, ഒരു വീഡിയോയിലൊരു ഇമ്പാക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോയിസ് ഓവർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം കൂടെ നടക്കില്ല.
അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും എനിക്ക് അത്യാവശ്യം ഞാനിപ്പം മലയാളത്തിൽ ഇപ്പം കംഫർട്ടാണ്, നമുക്ക് സംസാരിക്കാൻ കംഫർട്ടാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം കംഫർട്ടല്ല, എന്നാലും കുറച്ചൊക്കെ ഓക്കെയാണ്. എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഔട്ട്സൈഡ് ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് പറഞ്ഞാൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ ഗെയിം പ്ലേ വാച്ച് ചെയ്യുക, നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പുതിയൊരു എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അത്യാവശ്യം നല്ല കുറച്ച് ബേസ് കാർഡ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബേസ് കാർഡ് നിങ്ങൾ വലിയൊരു ഓപ്പണൻറ്റിനെ കാണുമ്പം പേടിക്കൊന്നും വേണ്ട. നമ്മൾ ബേസ് കാർഡ് വെച്ച് നമ്മൾ പല സ്ഥലത്തും നമ്മൾ എത്തിയിട്ടുണ്ട്. 1900 വരെ റേറ്റിങ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസ് കാർഡ് അണ്ടർ കാർഡ്സ് ഉണ്ട് നമുക്ക്. ഞാൻ വേണമെങ്കിൽ വേറെ കാർഡ്സ് ബേസ് കാർഡിൽ തന്നെ അത്യാവശ്യം നല്ല കാർഡ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു ചേഞ്ച് ചെയ്ത് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വേറെ കാർഡ്സൊക്കെ നോക്കിയായിരുന്നു കേസ്. അപ്പം ഇതുപോലെ എനിക്ക് നമുക്ക് ഗോൾ അടിച്ചില്ലായിരുന്നു കുഴപ്പമില്ല, കുറച്ച് ഡ്രിബിൾ ചെയ്യണം, അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കുക, അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതെ, കളി ജയിക്കണം എന്ന് മാത്രം കരുതി കളിക്കേണ്ട കാര്യമില്ല ഗൈസ്. അവിടെ ഞാനൊരു DT ഇട്ടായിരുന്നു, പക്ഷെ അത് വന്നില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, ഒരു ഗോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 3-1 ലീഡായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരെണ്ണം താഴത്ത് നിന്നതാണ്, എന്നിരുന്നാലും കിട്ടി, കംബാക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഓഫ് സൈഡാണ്, അത് ഓഫ് സൈഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു. അത് എപ്പോഴൊക്കെയോ ഡിഫൻസ് പൊട്ടി സെൻറ്ററിൽ നിന്ന്. നമ്മുടെ ഒരു മിസ് പാസ്, ഡിഫൻസീവ് ലൈനിൽ നിന്നൊക്കെ ഒരു മിസ് പാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കളി പോകും കേസ്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള പാസസൊക്കെ അവോയ്ഡ് ചെയ്യുക. എനിക്ക് എന്തായാലും ഞാൻ ക്ലിയർ ചെയ്യാനുള്ളൊരു മൈൻഡ് വരില്ല, അതാണ് അവിടെ വെച്ച് പാസ് ചെയ്യാൻ തന്നെ നോക്കുന്നത്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സ് ടോപ്പിൽ നിൽക്കുന്നത് വീക്ക് പ്ലെയേഴ്സാണ്. അപ്പം അവിടെ നിന്നൊരു ഹെഡ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ആ പന്ത് കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ തോന്നില്ല കേസ്. അതെന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ആ ഒരു ഇതായിപ്പോയി, ശീലമായിപ്പോയി. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇപ്പം അത് നൈസായിട്ട് തന്നെ കളിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു DT തന്നെ അനാവശ്യമായിട്ട് പ്രസ് ചെയ്ത്, ഞാൻ അതങ്ങനെ പ്രസ് ചെയ്തത്. പിന്നെ QC ആണ് എന്നുള്ളൊരു QCയിൽ ഇപ്പം ഒരു ചെറിയൊരു QC LBCയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫെൻസീവ് നല്ല രീതിയിൽ കിട്ടുന്നത് LBCയിലാണ് കേസ്. അപ്പം ഇപ്പോൾ QCയിലോട്ട് വരുവാണെങ്കിൽ ഓപ്പണൻറ്റ് കിറ്റായിട്ടുണ്ട്. അറ്റാക്കിങ് നല്ല രീതിയിൽ QCയിൽ അറ്റാക്കിങ് നന്നായിട്ട് കിട്ടും. അപ്പം ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തോ ഭാഗ്യം ഈ കളിയിൽ ഒരു തവണ കിട്ടിയുള്ളൂ, അത് കോർണറിൽ നിന്ന് വരുന്ന ഗോൾസിന് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പണൻറ്റിൻ്റെ ലക്കും നമ്മുടെ അൺലക്കി മൊമെൻറ്റ് അതുപോലെ ഇരിക്കും. അപ്പം എന്തായാലും പുള്ളി കിറ്റ് ചെയ്ത് 4 എണ്ണമൊക്കെ അടിച്ചുകൊണ്ടായിരിക്കും ഫ്രസ്ട്രേഷൻ. ഓക്കെ, 1784 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഗൈസ്. അപ്പോൾ ഒന്ന് QC ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പം അത് ചെയ്തു. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 കളിക്കുള്ളിൽ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 കളിക്കുള്ളിൽ തന്നെ ഒരു ഡിവിഷൻ 1 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ശരി, ബൈ.